കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കരിമ്പുഴ ആറ്റാശ്ശേരി ചോലകുറിശി ശ്രീ വിഷ്ണു ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. സപ്താഹയജ്ഞത്തിൽ ഗുരുവായൂർ കീഴ്ശാന്തി മൂത്തേടത്തുമന വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. വർഷാവർഷം നടത്തിവരുന്ന സപ്താഹയജ്ഞം ഈ വർഷവും ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ യജ്ഞം ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് ലൗകികമായിട്ടുള്ള അനുഭൂതിദായകമായിട്ടുള്ളവയാണ്. ധർമ്മമായാലും അർത്ഥമായാലും കാമമായാലും. ഈ 3ൻ്റെയും കൂടി ഒരു സാകല്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും എല്ലാം നമ്മൾ നേടിയെടുക്കുന്ന ഒരു ശാന്തിയുണ്ട്. ആ ശാന്തിയാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇവിടം ഒരു സ്വർഗമാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ ഇടപെടലുകളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും എന്നോടൊപ്പമുള്ള മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു പരചിന്തയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്വർഗമായിട്ട് മാറും. അതല്ല, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ രീതിയിൽ നമ്മളിലേക്ക് ചുരുങ്ങി സ്വാർത്ഥ ചിന്തയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു നരകമാവും. അപ്പോൾ സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. സ്വർഗ നരക സൃഷ്ടികളുടെ ഒക്കെ. വിശ്വനാഥൻ C അധ്യക്ഷനായി. നന്ദകുമാരൻ, KT രാമചന്ദ്രൻ, PKC മാസ്റ്റർ, TSNM HSS മാനേജർ അനുജൻ, രാമനുണ്ണി CV എന്നിവർ സംസാരിച്ചു. സപ്താഹയജ്ഞവേദിയിൽ ഓരോ അവതാരാഖ്യാന സമയത്തും പ്രത്യേക പൂജകളും നിവേദ്യങ്ങളും വഴിപാടായി നടത്തും. ഭക്തിസാന്ദ്രമായ യജ്ഞനാളുകളിൽ കുടുംബസമേതം പങ്കെടുക്കുകയും യജ്ഞാവശ്യത്തിനുള്ള പൂക്കളും പൂജാദ്രവ്യങ്ങളും നിവേദ്യ സാധനങ്ങളും കൊണ്ടുവരാമെന്നും ഭാരവാഹികൾ അറിയിച്ചു.